എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഇവിടെ ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്. നാടൻ മുട്ടയാണ്. ഞങ്ങൾ 4 പേരേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഒരു കുക്കർ കഴുകി അടുപ്പത്ത് വെച്ച് ആ മുട്ട ഒരു വിസിൽ കേൾപ്പിക്കാം നമുക്ക്. എന്നിട്ട് സവാള അരിഞ്ഞെടുക്കാം. കുക്കറിൽ മുട്ട വെച്ചിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിടുമ്പോഴത്തേക്ക് മുട്ട പൊട്ടിപ്പോവില്ല. മുട്ട ഇവിടെ വെന്ത് ഇതാ ഇങ്ങനെ തോട് ഇളകിയപ്പം പിന്നെ നമുക്കിതിൽ പച്ചവെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് ഇട്ടേക്കാം. സവാള ഇവിടെ നല്ല നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ടൊന്ന് ഇത് അടർത്തി കൊടുക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക്. ഈ കടായിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് ഉലുവയൊന്നും ഇടൂല ഞാൻ. കടുക് ഇടുന്നവർ കാണും. ഇത് ചൂടായി വരുമ്പം സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പച്ചമുളകും കൂടെ ഇട്ട് ഒന്ന് അല്പം ഉപ്പും കൂടെ ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വയ്ക്കാം. ഇത് വെള്ളം ഒഴിക്കൂല. അടപ്പൊന്ന് മാറ്റി വെക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് ഒരിക്കൽ കൂടി തുറന്ന് നോക്കാം. നല്ലതുപോലെ വഴണ്ട് വരണം. എങ്കിലേ മുട്ട റോസ്റ്റ് ടേസ്റ്റ് കാണുള്ളൂ. ഇതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പെരിഞ്ചീരകം ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ട. പച്ച പെരിഞ്ചീരകം ചതച്ചതാണ്, വറുത്ത് പൊടിച്ചതല്ല. മുട്ട റോസ്റ്റും ടേസ്റ്റ് അതാണ്. നല്ലതുപോലെ ഇളക്കി ചേർത്ത് കൊടുക്കണം. ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഞാനിട്ട്, അത് കാണിക്കാൻ പറ്റിയില്ല. ആ സമയത്തിന് മുട്ട ഇവിടെ തോട് പൊളിച്ച് കഴുകി എടുക്കണം. അല്ലെങ്കിൽ തോട് പൊളിച്ചിട്ട് കഴുകാതിരുന്നാൽ ചെറിയ തോടിൻ്റെ അംശം അതിൽ കാണും. അരപ്പ് ഇവിടെ റെഡിയായപ്പോൾ നമുക്ക് മുട്ട ഇതിലേക്ക് ഓരോ പിച്ചാത്തി കൊണ്ട് ഓരോ അടയാളം കൊടുത്ത് അരപ്പ് പിടിക്കാൻ വേണ്ടി വാർന്ന് കൊടുക്കണം. മുട്ട റോസ്റ്റ് ഇവിടെ റെഡിയായി. അറിഞ്ഞൂടാത്തവർ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.